ഹലോ ഗൈസ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീട് നോക്കുന്നവർക്ക് വേണ്ടി ഡിആർക്കിൻ്റെ പുതിയൊരു പ്രോജക്റ്റ് ഹോം ടൂർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. ഈ വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് കാലിക്കറ്റ് എലൈറ്റിൽ വട്ടോളിയിലാണ്. 5 സെൻറ്റിൽ 2100 സ്ക്വയർ ഫീറ്റിൽ അസ്ലം എന്ന് പറഞ്ഞ ക്ലയൻറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീടിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ലിവിങ് ഏരിയ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ എൽ ഷേപ്പിലുള്ള ഒരു സിറ്റിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു വാള് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി സെപ്പറേറ്റ് ആയി ടെക്സ്ചർ പെയിൻറ് കൊടുത്തിട്ടുണ്ട്. മൊത്തമായിട്ട് ഈ ഒരു ലിവിങ് ഏരിയൻ്റെ സ്പേസ് വരുന്നത് 320x3 ആണ്. ലിവിങ് ഏരിയയിൽ നിന്ന് ഹാളിലേക്ക് വരുന്ന സമയത്ത് ഇത് രണ്ടും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ ജസ്റ്റ് ഒരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഹാളിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് കിച്ചൺ വരുന്നത്. ഇതാണ് ഹാളിൽ ജസ്റ്റ് സിമ്പിളായി 2 ഹാങ്ങിങ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഡൈനിങ് ഏരിയ. അത്യാവശ്യം വലിയ സ്പേസ് ആയിട്ടുള്ള ഡൈനിങ് ഏരിയ ആണ്. ഈ ഒരു ഡൈനിങ് ഏരിയൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് വാഷ് ബേസ് വരുന്നത്. സ്റ്റെയർ കേസിൻ്റെ അടിയിലായിട്ട് ഈ ഒരു വാഷ് ബേസിൽ സിമ്പിളായിട്ട് ഒരു റൗണ്ട് മിററും അതിൻ്റെ ബാക്കിൽ ലൂവേഴ്സ് വർക്കാണ് കൊടുത്തിട്ടുള്ളത്. ഡൈനിങ് ഏരിയ അത്യാവശ്യം ബ്യൂട്ടിഫുൾ ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അടുത്തതായിട്ട് നമ്മൾ വരുന്നത് ഈ ഒരു വീടിൻ്റെ കിച്ചണിലേക്കാണ്. ഈ ഒരു വീടിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കിച്ചൺ തന്നെയാണ്. നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ആയിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലായിട്ട് പ്ലൈവുഡ് വർക്കിൽ ഒരു സ്ലാബ് പോലെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് 2 ഹാങ്ങിങ് ലൈറ്റ്സും വരുന്നുണ്ട്. ഈ ഒരു ഏരിയയിലായിട്ടാണ് ഫ്രിഡ്ജിനുള്ള സ്പേസ് കൊടുത്തിട്ടുള്ളത്. ഇതൊരു ബോക്സ് രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കിച്ചണിൽ ഒരുപാട് സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ കുറേ സ്റ്റോറേജ് സ്പേസസ് വരുന്നുണ്ട്. ഇത് ഓപ്പൺ ആയിട്ടുള്ള സ്റ്റോറേജ് സ്പേസസ് ആണ്. അതുപോലെ തന്നെ ഇത് ക്ലോസ്ഡ് ആയിട്ടുള്ളതാണ് വരുന്നത്. ഇത് ഗ്രാനൈറ്റിലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് വാളിൽ ടൈൽ വർക്ക് വന്നിട്ടുണ്ട്. ഇതാണ് വാഷിംഗ് ഏരിയ വരുന്നത്. അതുപോലെ തന്നെ ഇതെല്ലാം സ്റ്റോറേജ് സ്പേസസ് ആണ്. അതുപോലെ തന്നെ ഇവിടെ ഗ്യാസിൻ്റെ മേലെയായിട്ട് ഹോബ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ താഴെയായിട്ട് ഡ്രോയേഴ്സും കൊടുത്തിട്ടുണ്ട്. ഇവിടേക്ക് വരാണെങ്കിൽ ഇവിടെ അവനുള്ള സ്പേസ് ഉണ്ട്. പിന്നെ ഇവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ എനിക്ക് ഈ ഒരു കിച്ചണിൽ ഏറ്റവും ഡിഫറെൻ്റ് ആയിട്ട് ഫീൽ ചെയ്തതും എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടതും ഈ ഒരു ഏരിയ ആണ്. ഇവിടെ സ്റ്റോർ റൂമിന് ഒരു സ്ലൈഡിങ് ഡോർ പോലെയാണ് കൊടുത്തിട്ടുള്ളത്. ഈ സ്റ്റോർ റൂമിൽ സ്പേസ് കുറവായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. നമ്മൾ കിച്ചണിലേക്ക് വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഏരിയ ഇവിടെ ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് പോയി നോക്കാം. ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണ് വന്നിട്ടുള്ളത്. അത് വളരെ സിമ്പിളായും എലഗൻ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നോക്കുകയാണെങ്കിൽ 2 വിൻഡോസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഒന്ന് വൈഡ് ആയിട്ടുള്ള വിൻഡോയും ഒന്ന് ബെഡിൻ്റെ മേലെ ചെറിയതായിട്ടുള്ള ഒരു വിൻഡോ ആണ്. ബെഡ്റൂമിൻ്റെ ഈ ഒരു സൈഡിലായിട്ടാണ് വാർഡ്രോബ് കൊടുത്തിട്ടുള്ളത്. ഇതൊരു വുഡൻ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അടുത്ത് തന്നെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതിലൊരു ലോങ് മിററാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സൈഡിലേക്ക് നോക്കുമ്പം ഈ ഒരു വാൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് ഒരു ഗ്രീൻ കളർ കൊടുത്തിട്ടുണ്ട്. കേർട്ടനോട് മാച്ച് ചെയ്തിട്ടാണ് ആ ഒരു കളർ കൊടുത്തിട്ടുള്ളത്. ബെഡിൻ്റെ 2 സൈഡിലായിട്ട് സൈഡ് ബോക്സസും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആണ് വരുന്നത്. താഴെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടല്ലോ. ഇനി ഫസ്റ്റ് ഫ്ലോറിൽ എന്താണ് വരുന്നത് നോക്കാം. ഹാളിൻ്റെ സൈഡിലായിട്ടാണ് സ്റ്റെയർ കേസ് കൊടുത്തിട്ടുള്ളത്. ഈ സ്റ്റെയർ കേസിൻ്റെ മിഡിലായിട്ട് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. സ്റ്റെയർ കയറിയിട്ട് നമ്മൾ നേരെ ഹാളിലേക്കാണ് വരുന്നത്. ഇവിടുന്ന് നമുക്ക് നേരെ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് പോകാം. ഈ ഒരു ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ ഒരു ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ വാർഡ്രോബ് നോക്കുകയാണെങ്കിൽ ഒരു ഗ്രീൻ കളറിലാണ് ചെയ്തിട്ടുള്ളത്. അതിനോട് മാച്ചായി തന്നെ ഒരു ഡ്രസ്സിംഗ് ടേബിളും കൊടുത്തിട്ടുണ്ട്. അതിലൊരു മിറർ വരുന്നുണ്ട്. അതേപോലെ തന്നെ ബെഡിലും ഈ ഒരു ഗ്രീൻ കളർ കോംബോ കൊണ്ടുവന്നിട്ടുണ്ട്. ബെഡിന് 2 സൈഡ് ബോക്സും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു റൂമിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ലോങ് ആയിട്ട് വരുന്ന ഒരു ഗ്ലാസ് മിറർ ഈ ഒരു റൂമിന് കൊടുത്തിട്ടുണ്ട്. അതിലൊരു ബേജ് കളർ കേർട്ടനും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ഈ റൂമിലേക്ക് കിട്ടും. പിന്നെ ഈ ഒരു റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ ആക്ച്വലി 2 എൻഡിലായിട്ടാണ് ബെഡ്റൂംസ് വരുന്നത്. ഇതിൻ്റെ മിഡിലായിട്ട് അപ്പർ ലിവിങ് ഏരിയ ആണ് വരുന്നത്. ഇവിടെ ആക്ച്വലി ഫർണിച്ചേഴ്സ് ഇട്ട് സെറ്റ് ചെയ്യാനുണ്ട്. ഇവിടുന്ന് കോമൺ ആയിട്ട് ഒരു ബാൽക്കണിയും കൂടെ കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് ഈ വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ്. വളരെ എസ്തെറ്റിക്കലി പ്ലീസിങ് ആയിട്ടാണ് ഈ ഒരു റൂം ചെയ്തിട്ടുള്ളത്. ഈ ഒരു റൂമിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ടൈലാണ്. അതേപോലെ തന്നെ ബെഡിലേക്ക് നോക്കുകയാണെങ്കിൽ ബെഡിൻ്റെ 2 സൈഡിലായിട്ട് ലൈറ്റ് ഗ്രീനിൽ സൈഡ് ബോക്സസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 2 ഹാങ്ങിങ് ലൈറ്റ്സും മേലെ ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബെഡിൽ ഈ ഒരു ലൈറ്റ് ഗ്രീനിൻ്റെ ഡാർക്ക് ഗ്രീൻ ആയിട്ടാണ് ബെഡിൽ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ ഒരു സൈഡിലേക്ക് വരുന്ന സമയത്ത് ലോങ് ആയിട്ടുള്ള ബേജ് കളർ കേർട്ടൻ ആണ് ഇവർ കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മൾ ബാൽക്കണിയിലേക്ക് സ്ലൈഡിങ് ഡോറാണ് കൊടുത്തിട്ടുള്ളത്. ബാൽക്കണിയിലേക്ക് വരുന്ന സമയത്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ള വുഡൻ ടൈലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു റൂമിൻ്റെ ബെഡിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് ഡ്രസ്സിംഗ് ടേബിൾ വരുന്നുണ്ട്. അതിനൊരു ഹാഫ് കേർവ് ആയിട്ടുള്ള മിററാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ വാർഡ്രോബ് നോക്കുന്ന സമയത്ത് സ്ലൈഡിംഗ് ഡോർ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വാർഡ്രോബിനും ലൈറ്റ് ഗ്രീൻ കളറാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത്.
ഈ ഒരു വീടിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് മാക്സിമം സ്പേസ് യൂട്ടിലൈസ് ചെയ്ത് ഒരു വീടിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അത് ഈ ഒരു സിറ്റ് ഔട്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഈ ഒരു സിറ്റ് ഔട്ടിൻ്റെ സൈസ് എന്ന് പറയുന്നത് 320x150 ആണ്. അപ്പോൾ ഈ വീടിൻ്റെ ആർക്കിടെക്റ്റ് നമ്മുടെ കൂടെ ഉണ്ട്. ആളിപ്പോൾ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യും. എൻ്റെ പേര് ബാസിത്ത് എന്നാണ്. എൻ്റെ ഫേം വരുന്നത് കൊടുവള്ളിയാണ്. BR ആർക്കിടെക്ട്സ് എന്നാണ് പേര്. അപ്പോൾ ഈ വീട് ഇവിടുത്തെ ആൾ മിസ്റ്റർ അസ്ലു, അദ്ദേഹം ഒരു മാർബിളിൻ്റെ പണിക്കാരാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറേ ഐഡിയാസ് ഇതിലുണ്ട്. ഇതിൻ്റെ ഫ്ലോറിംഗ് ഒക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവും. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇവിടുത്തെ ഓരോ വർക്കും ചെയ്തത്. ഓക്കെ, നമ്മൾ ഈ ഒരു വീഡിയോ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറഞ്ഞിട്ടാണ്. അപ്പം നിങ്ങൾ ഏകദേശം എത്ര ബഡ്ജറ്റിലായിരിക്കും ഈ ഒരു വീട് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്? ഇത് ടോട്ടൽ കോസ്റ്റ് വന്ന് 38 ലക്ഷമാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇത് കംപ്ലീറ്റ് തീർത്ത്. പക്ഷേ ഇതിൽ ഈ പറഞ്ഞോണം ഇതിൻ്റെ ഓണർ ഇതിൽ മാക്സിമം അതിന് വേണ്ടി കോസ്റ്റ് കുറയ്ക്കാനൊക്കെ ഉള്ള കുറേ ഐഡിയാസുകൾ മൂപ്പരും നമ്മളെ കൂടെ നിന്നിട്ട് എല്ലാവിധ സപ്പോർട്ടും ആയിട്ട്. അതുകൊണ്ടാണ് ആ ഒരു റൈറ്റിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങളിത് എല്ലാ ലൊക്കേഷൻസിലും ചെയ്തു കൊടുക്കും? അതെ, കേരളത്തിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ജില്ലയിലും ചെയ്യാനാണ് വിചാരിക്കുന്നത്. മെയിൻലി കാലിക്കറ്റ്, മലപ്പുറം, കണ്ണൂരൊക്കെ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു വീടിൻ്റെ വിശേഷങ്ങൾ വരുന്നത്. അപ്പം ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ.